ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു റിസോർട്ട് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. റിച്ച് ഇന്ത്യ റിസോർട്ട് പൂമല. ഞങ്ങളുടെ ഫാമിലി മീറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. അതിൽ കുറച്ച് പ്രായമുള്ളവരുള്ള കാരണം നമ്മൾ തൃശ്ശൂർ നമ്മുടെ തൊട്ടടുത്ത് ഒരു പ്ലേസാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വെറും 17 കിലോമീറ്റർ അകലത്തിലുള്ള പൂമലയിൽ പോകാനാണ് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ടൊരു 50 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പൂമലയിൽ ഞങ്ങളൊരു റിസോർട്ട് തപ്പി നടക്കുമ്പോഴാണ് ഈ റിച്ച് ഇന്ത്യ റിസോർട്ടിനെ പറ്റി ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ആ റിസോർട്ട് മൊത്തം ഞങ്ങൾ ഒരു ദിവസത്തിന് ബുക്ക് ചെയ്തു കേട്ടോ. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ പ്ലേ ഏരിയാസ്, കിച്ചൺ, പൂള്, പാർട്ടി ഹാള് എല്ലാവരും ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെ മൊത്തത്തിൽ. ഈ റിസോർട്ട് ഒരു 3 മാസമായിട്ടേ ഉള്ളൂ ഓപ്പൺ ആയിട്ടെന്നാണ് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എന്ത് ഹെൽപ്പിനും അവർ നമ്മുടെ ഒപ്പം നിന്നിരുന്നു കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാർ, ഊട്ടി ഒക്കെ പോയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ താഴെയുള്ള റൂമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ കൂടെ പ്രായമുള്ള ആളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മുകളിലേക്ക് കയറാൻ പറ്റാത്ത കാരണം താഴെയായിരുന്നു കേട്ടോ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിലത്തെ റൂമിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാർട്ടി ഹാളൊക്കെ ഉള്ള കാരണം ഞങ്ങളവിടെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തകർത്തവിടെ ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ രാത്രി DQ ബേബി പൂളിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി. പക്ഷേ അവിടെ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് അവർ പൂള് അലൗഡ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും എവിടെയാണ് ഈ പ്ലേസ് എന്ന് ചോദിച്ചിട്ട് നല്ല എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് എല്ലാവരിലേക്ക് എത്തിക്കണമെന്ന് കരുതിയതാണ് കേട്ടോ ഞാൻ. അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളോടൊന്ന് പറയണേ.